12 ചുറ്റുള്ള മുറുക്ക്. ശ്യാമയ്യനും ധർമാമ്പാളും അത്താഴം കഴിഞ്ഞ് മുറ്റത്ത് വന്നിരുന്നു. വെത്തിനെന്ത്? ശ്യാമയ്യർ ചോദിച്ചു. ധർമാമ്പാൾ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചു പാക്ക് ഉരച്ച് പൊടിയാക്കി വെറ്റില തീർത്ത് ഭർത്താവിന്റെ കയ്യിൽ സ്നേഹപൂർവ്വം വെച്ചുകൊടുത്തു. നമ്മ പൊന്നുസ്വാമിയോട് കല്യാണം? അവരുടെ സ്ഥിരം സംഭാഷണ വിഷയമാണ് പൊന്നുസ്വാമി. അവന് ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. നീട്ടിയൊന്ന് തുപ്പിയിട്ട് ശ്യാമയ്യൻ ചോദിച്ചു. ഇപ്പഴേ അവനക്ക് വയസ്സ് 28 ആച്ച്. ഇനി എത്ര നാളേക്ക് ഇവിടെ പാർത്തുകൊണ്ടിരിക്കരുത്? ഒരു വിലാപത്തിന്റെ മട്ടിൽ ധർമാമ്പാൾ പറഞ്ഞു. ശ്യാമയ്യൻ വെറ്റില ചവച്ചുകൊണ്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അതിനാൽ ധർമാമ്പാൾ തന്നെ പറഞ്ഞു. இந்த വർഷമേ എങ്കിയാവത് പാർത്ത് നടത്തി വെക്കണം. വറ പൊങ്കളെ ഒന്നും അവനക്ക് പിടിച്ചവരില്ലേ, പിന്നെ എന്നെ ചെയ്ത്? ശ്യാമയ്യൻ പരാതിപ്പെട്ടു. അവനെന്നാ പെരിയ മന്മഥനാ? അങ്ങേ തുറന്നു. ദേവലോകത്തിലേക്ക് അവനക്ക് പൊന്മര പോവുക എന്നാ? ധർമാമ്പാൾ മൗനം ദീക്ഷിച്ചു. ശ്യാമയ്യൻ പറഞ്ഞത് ശരിയാണ്. ഇതിനകം പൊന്നുസ്വാമി 6 തവണ പെണ്ണു കാണാൻ പോയിട്ടുണ്ട്. 6 തവണയും അവൻ പറഞ്ഞു കളഞ്ഞു, പൊണ്ണെ പിടിക്കലേ. ശ്യാമയ്യൻ നിർത്തിയില്ല. കാലം പോന പോക്കെപ്പാലും എന്നോട് 9ஆம் വയസ്സിലെ എന്നവാ ഞാൻ ഉന്നെ കല്യാണം ചെയ്തേ. അന്നക്ക് ഉനക്ക് 6 വയസ്സ്. കല്യാണத்துக்கு മുൻ നാം പാർത്തുകൂടിയില്ലേ? എന്നിട്ടെന്നാ നമ്മ വാഴ്വ് സുഖമാകില്ലയാ? നേരാണ്. 51 വർഷങ്ങളായി അവർ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. ഇനി വരെ ഒരു ചെറിയ കല്ലുകടി പോലും അതിലുണ്ടായിട്ടില്ല. എന്ന് തുപ്പിക്കൊണ്ട് ശ്യാമയ്യൻ പിന്നെയും പറഞ്ഞു. ഇവനക്ക് നീ ரொம்ப ശരണം കൊടുത്തു വിട്ടാൽ നാരായണനും വെങ്കടാചലവും ഇവനോട് മോശക്കാരാർകളാന്നാ? അവൾ എനക്ക് പിടുത്ത പൊങ്കളെ കല്യാണം ചെയ്തു കൊണ്ടാൾ. ஆனால் ഇവൻ? നാരായണനും വെങ്കടാചലവും അങ്ങേരുടെ ആദ്യത്തെ പുത്രന്മാരാണ്. രണ്ടുപേരും 21ആം വയസ്സിൽ തന്നെ വിവാഹം ചെയ്തു. പെണ്ണുകൊള്ളില്ല എന്നൊന്നും അവർ തർക്കിച്ചില്ല. നല്ലതെന്ന് തോന്നിയ ആലോചനകൾ വന്നപ്പോൾ ശ്യാമയ്യൻ പറഞ്ഞു, இந்த കേസേ വിടണ്ടാം എന്ന്. അവർ സമ്മതിച്ചു. കല്യാണം കഴിച്ചു. നാരായണന്റെ അമ്മായിയച്ഛൻ ഒരു റിട്ടയർഡ് ASP ആണ്. നല്ല സ്ത്രീധനം കിട്ടി. ഒരു വലിയ ജൗളി വ്യാപാരിയാണ് വെങ്കടാചലത്തിന്റെ ഭാര്യയുടെ അച്ഛൻ. വമ്പിച്ചൊരു തുകയായിരുന്നു സ്ത്രീധനം. ആ 2 പെൺകുട്ടികളും ഉർവശിമാരൊന്നുമായിരുന്നില്ല. പക്ഷേ മറ്റെന്തുകൊണ്ട് നോക്കിയാലും 2 വിവാഹങ്ങളും വമ്പിച്ച വിജയങ്ങളായിരുന്നു. നാരായണനും വെങ്കടാചലവും പ്രദർശിപ്പിച്ച അനുസരണശീലം ഈ ശപ്പന് ഇല്ലാതെ പോയല്ലോ എന്നോർത്തപ്പോൾ ശ്യാമയ്യന് സ്വല്പം ദേഷ്യം വന്നു. സബ് ജഡ്ജ് അനന്തകൃഷ്ണയ്യരുടെ മകൾക്ക് പൊന്നുസ്വാമിയുടെ ജാതകം ചേർന്നിട്ടുണ്ടെന്നും പെണ്ണ് കാണാൻ വരണമെന്നുമുള്ള കത്ത് കഴിഞ്ഞ ആണ്ടാണ് കിട്ടിയത്. അന്ന് ശ്യാമയ്യൻ വളരെയേറെ സന്തോഷിച്ചു. ഉദ്യോഗത്തിനു പുറമെ ഭാരിച്ച കുടുംബ സ്വത്തുക്കളുമുണ്ട് അനന്തകൃഷ്ണയ്യർക്ക്. ആകെയുള്ളത് ഈ ഒരു മകളാണ്. പൊന്നുസ്വാമി ധർമാമ്പാളും വെച്ച് പെണ്ണ് കാണാൻ പോയി. പോകുമ്പോൾ ശ്യാമയ്യൻ പറഞ്ഞു, ഇതേയും തള്ളിക്കളയാതെ ഒരുമാതിരി യോജിക്കുമാനോ നമുക്കിത് വിടവേണ്ട. പ്രതീക്ഷകൾ തകർന്നു. മടങ്ങി വന്നയുടൻ പൊന്നുസ്വാമി പഴയ പല്ലവി ആവർത്തിച്ചു, പൊണ്ണെ പിടിക്കലേ. പെണ്ണിന് നിറം പോരെന്നും തടി കൂടുതലാണെന്നുമായിരുന്നു പൊന്നുസ്വാമിയുടെ പരാതി. ആ സംഭവം ഓർമ്മയിൽ വന്നപ്പോൾ ശ്യാമയ്യന് ദേഷ്യം വർദ്ധിച്ചു. ധർമാമ്പാളോട് അമീർ ഇങ്ങനെ പറഞ്ഞു, അവനക്ക് പിടുത്ത പൊണ്ണെ അവനെ വാർത്ത കണ്ടുപിടിച്ചിട്ടും അവൻ വിവാഹ വിഷയമാകാ. ഇനി എൻകിട്ട് പേശ വേണ്ട. സംഭാഷണം ഇങ്ങനെ തിരിഞ്ഞു പോകുമെന്ന് ധർമാമ്പാൾ വിചാരിച്ചിരുന്നില്ല. പൊന്നുസ്വാമിയുടെ വിവാഹക്കാര്യം തന്നോട് മിണ്ടിപ്പോകരുതെന്നല്ലേ ഭർത്താവ് പറയുന്നത്? പുടവയുടെ അറ്റം കൊണ്ട് കണ്ണു തുടച്ചിട്ട് ധർമാമ്പാൾ അങ്ങേരെ ദീനിയായി നോക്കി. ശ്യാമയ്യൻ വിമിഷ്ടത്തിലായി. ധർമാമ്പാളെ കരയിക്കാൻ അങ്ങേര് ആഗ്രഹിച്ചതല്ല. ഭർത്താവിന്റെ ഈ അന്വേഷണം കേട്ടതോടെ ധർമാമ്പാളിന്റെ കരച്ചിലിന്റെ ശക്തി കൂടി. ശ്യാമയ്യൻ എഴുന്നേറ്റ് ധർമാമ്പാളിന്റെ തോളിൽ കൈവച്ച്, നിന്നെ അഴ വയ്ക്കുമ്പടി നാ ഒന്നും ചൊല്ലയില്ലേ? ഒരു ക്ഷമാപണ ചിഹ്നമിട്ടിലാണ് ശ്യാമയ്യൻ എന്ന് പറഞ്ഞു. ധർമാമ്പാൾ കരച്ചു നിർത്തി. എങ്കിലും പരിഭവത്തോടെ തന്നെയാണ് അവർ സംസാരിച്ചത്. നിങ്ങൾ ഇപ്പടി சொல்லலாமா? നിങ്ങൾ തന്നെ അവൻ കല്യാണത്തെ നടത്തി വെക്കണം. ശ്യാമയ്യൻ നിശബ്ദനായിരുന്നത് കണ്ട് ധർമാമ്പാൾ തുടർന്നു, പാവം പൊന്നുസ്വാമി, சின்ன பிள்ளை, அவனுக்கு என்ன தெரியும்? ഓരോ കുട്ടികളെ പാർക്കുമ്പോത് പൊന്നുസ്വാമി എവ്വളോ നല്ലവൻ. ഇതെന്നാ പഴയ കാലമാ? അവനക്കും പൊന്നെ പിടിക്ക വേണ്ടാമാ? കല്യാണം ചെയ്യ വേണ്ടവൻ അവനല്ലവോ? അവൻ ഇഷ്ടத்துக்கு കുറുക്കെ ഞാൻ നിൽക്കലാകുമാ? ശ്യാമയ്യൻ കീഴടങ്ങി. ഞാൻ എന്നാ ചെയ്യണം, നീയേ ചൊല്ലു. ധർമാമ്പാൾ ഇരുട്ടിൽ പുഞ്ചിരിച്ചത് അങ്ങ് കണ്ടു കാണില്ല. இந்த
இந்த வருஷமே கல்யாணத்தை நடத்தணும். நீங்கள் മനസ്സ് വെച്ചാൽ നടക്കാമല്ല പോறது. ആ പ്രശംസ ഷാമയ്യന് ഇഷ്ടമായി. ശരി, അങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് ജോത്സ്യ ശങ്കരശാസ്ത്രികൾ പടികടന്നു വരുന്നത് കണ്ടപ്പോൾ ധർമാമ്പാളിന് സന്തോഷമുണ്ടായി. ശാസ്ത്രികളുടെ അപ്രതീക്ഷിതമായ വരവ് ഒരു ശുഭസൂചനയാണ്. ശാസ്ത്രികളെ പിടികൂടിയാൽ കാര്യം നടക്കും. കൊള്ളാവുന്ന പെൺകുട്ടികളുടെയൊക്കെ ജാതകങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നടക്കുന്ന ഒരു മാട്രിമോണിയൽ ബ്യൂറോ ആണ് ശങ്കരശാസ്ത്രികൾ. ഉക്കാരുമ്പോ ഷാമയ്യൻ ക്ഷണിച്ചു. എതിരെയുള്ള ഒരു ചോറിൽ കസേരയിൽ ശാസ്ത്രികൾ ഇരുന്നു. ധർമാമ്പാൾ അടുക്കളയിൽ ചെന്ന് ക്ഷണത്തിൽ കാപ്പി കൊണ്ടുവന്നു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം കല്യാണക്കാര്യത്തിലേക്ക് തന്നെ സംഭാഷണം തിരിഞ്ഞു. പൊന്നുസ്വാമിക്ക് இந்த வருஷம் கல்யாணமாகணும் என்று எங்களுக்கு ஆசை. எங்கேயாவது நல்ல பொண்களை இருக்கா? വെള്ളെഴുത്ത് കണ്ണാടി ഒന്ന് ഇളക്കി പ്രതീക്ഷിച്ചുകൊണ്ട് ശാസ്ത്രികൾ പറഞ്ഞു. நல்ல பொண்களை கிடைக்கத்தான் ரொம்ப பிரயாசம். ഒരു കല്യാണം എന്നാൽ എന്നെല്ലാം കാര്യങ്ങൾ ഒത്തുവരണം. നല്ല കുലം, ഗോത്രം, പിന്നെ പണം എല്ലാം വേണ്ടാമാ. ഷാമയ്യൻ ഹാർദമായി യോജിച്ചു. ആമാ. ധർമാമ്പാൾ പറഞ്ഞു. நீர் சொல்வது சரிதான். ஏதாவது ஜாதகங்கள் இருக்கோ? ഇതൊക്കെ ഒരു മടിക്കുത്തിൽ നിന്ന് ഒരു കെട്ട് ജാതകങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ശാസ്ത്രികൾ പറഞ്ഞു. ആനാ, നമുക്ക് ഒത്തുവരുമോ തിരിയില്ലേ. ഇത് വക്കീൽ ഗോപാലയർ പെണ്ണിൻ ജാതകം. വയസ്സ് 19, BA വാശിക്കറാൾ, തലക്കേടില്ല, ஆனால் നിറം കറുപ്പ്. അത് വേണ്ട. ധർമാമ്പാൾ തീർത്തു പറഞ്ഞു. നമ്മ ഭഗവതീശ്വരയെ തെയ്യുമോ പേരിയ ജന്മി. ശങ്കരശാസ്ത്രി മറ്റൊന്നെടുത്തു. അവർ പൊണ്ണിൻ ജാതകം ഇത്. അനന്തലക്ഷ്മിന്ന് പേർ. എല്ലാം കൊള്ളാം. ആനാ പൊണ്ണക്ക് ആസ്തമാ ഇരിക്കുന്നதாக. വേണ്ട വേണ്ട. ധർമാമ്പാൾ പറഞ്ഞു. കാസരോഗമുള്ള പെണ്ണോ? അയ്യോ. പിന്നെയും പല ജാതകങ്ങൾ ശങ്കരശാസ്ത്രികൾ നിരത്തി വെച്ചു. മാർക്കണ്ഡേയരുടെ മകൾ അലുമേലു, നടേശയ്യരുടെ മകൾ രാജമ്മ, സഹസ്രനാമയ്യരുടെ മകൾ അരുന്ധതി. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോയി. പണമുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളാണെല്ലാം. പക്ഷേ ശങ്കരശാസ്ത്രിക്ക് തന്നെ അവരുടെ സൗന്ദര്യത്തെപ്പറ്റി വലിയ മതിപ്പില്ല. ആ നിലയ്ക്ക് പൊന്നുസ്വാമിയുടെ സമ്മതം വാങ്ങാൻ ഒരിക്കലും സാധ്യമല്ല. ധർമാമ്പാൾ നിരാശപ്പെട്ടു. ശ്യാമയ്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഈ ജാതകക്കെട്ടുകളും ചർച്ചകളും അങ്ങേരെ കലശിലായി ബോറടിപ്പിച്ച പോലെ തോന്നി. നാം വെളിയെ പോയിട്ട് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷാമുയ്യൻ രണ്ടാം മുണ്ട് തോളിലിട്ടു. വെള്ളി കെട്ടിയ വടി ഊന്നിപ്പിടിച്ചുകൊണ്ട് അങ്ങേർ പുറത്തേക്ക് കിടന്നു. നിലത്ത് പരന്നു കിടക്കുന്ന ജാതകങ്ങൾ പെറുക്കിയെടുക്കുന്ന ജോലിയിൽ ശങ്കരശാസ്ത്രികൾ വ്യാപൃതനായി. പണമുള്ളിടത്തിലേ പൊൻ നന്നയില്ലേ, പൊൻ നന്നായിരുന്നാൽ അങ്ക പണവുമില്ലേ. ഒരു പൊതുതത്വം ഉദ്ധരിക്കുന്ന മട്ടിൽ ശാസ്ത്രികൾ പറഞ്ഞു. എന്തോ ഒരു തീരുമാനമെടുത്ത ഭാവം ധർമാമ്പാളിന്റെ മുഖത്ത് കാണാതായി. അവർ ചോദിച്ചു. പണത്തെ പറ്റി പാർക്ക വേണ്ട. പൊൻ നന്നായിരുന്നാൽ പോതും. ഏതാവത് കുട്ടികൾ இருக்கிறதா? ശങ്കരശാസ്ത്രികൾ പുഞ്ചിരിച്ചു. നിങ്ങൾ சொல்வது ரொம்ப ശരിதான். പണം ഇന്നേക്ക് വരും, നാളേക്ക് പോകും. പെൺകുട്ടി നന്നായിരിക്കണം. നമ്മെ പിള്ളേക്ക് അവളെ പിടിക്കണം. പിന്നെ എല്ലാം യോഗം പോലെ ഇരിക്കും. അവൾതാ. എന്തോ ആലോചിക്കുന്ന വീട്ടിൽ നെറ്റി ചുമിച്ചുകൊണ്ട് ശങ്കരശാസ്ത്രികൾ തുടർന്നു. കേളി മാതിരി ഒരു പൊണ്ണിട്ടാൾ, 18 വയസ്സ് പ്രായം, വെള്ള നിറം, നല്ല ആരോഗ്യം, 10ാം ക്ലാസ് പാസ്സായിരിക്കാൾ. അവളെ പൊന്നുസ്വാമിക്ക് പിടിക്കാമെന്ന് വരാതെ. யாரு பெண்? ധർമാമ്പാൾ തിരക്കി. മുന്നാലെ ബസ് സ്റ്റാൻഡ് പക്കത്തിലെ ഹോട്ടലിൽ വെച്ചിരുന്നാനേ മുത്തുകൃഷ്ണൻ, കേൾവിപ്പെട്ടിരിക്കോളോ എന്നപ്പോ അവൻ പോൺ. ഹോട്ടൽ നടത്തിയിരുന്നവന്റെ മകളോ? ധർമാമ്പാളിന്റെ അന്തസ്സും അഭിജാത്യവും തെല്ലി ചൂളിപ്പോയി. എങ്കിലും കുറെ കൂടി വിവരങ്ങൾ അറിയുന്നതിൽ തെറ്റില്ലെന്ന് കരുതി അവർ ചോദിച്ചു. പൊന്നിൻ പേര്? അശ്വതി. ധർമാമ്പാൾ അങ്ങനെ ഒരു പേർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവർ പുച്ഛസ്വരത്തിൽ ചിരിച്ചു. അശ്വതിയും ഭരണിയും ഇതെന്നാ പരിഷ്കാര പേരോ? ശാസ്ത്രികൾ പറഞ്ഞു. പേര് മട്ടുമല്ലേ, അവളെ പരിഷ്കരിച്ച. മുത്തുകൃഷ്ണൻ ഹോട്ടൽ നടത്തിനവനാലും അശ്വതിയെ ரொம்ப சொந்தமாக வளர்த்திருக்கார். അശ്വതി ഒരേ പൊൺ. പിള്ളേകൾ ഇല്ലയാ? ധർമാമ്പാൾ തിരക്കി. ഇരിക്കാൾ 3 പേർ. ബൊമ്പായിലെ വേലയായിരിക്കാൾ. ഒരുത്തൻ മിലിറ്ററിയിലെ ഏതോ ഉപായ ശമ്പളം. ശാസ്ത്രികൾ പറഞ്ഞു. ഒന്നുമില്ലാതെ ധർമാമ്പാൾ നിൽക്കുന്നത് കൊണ്ട് ശാസ്ത്രികൾ ചോദിച്ചു. എന്നാ അശ്വതിയും ജാതകത്തെ പാക്കണമാ? നാളേക്ക് വരും ചൊല്ലേൻ. ധർമാമ്പാൾ പറയും. വെടിപ്പായൊന്ന് മുറുക്കിയിട്ട് പിറ്റേന്ന് വരാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ശാസ്ത്രികൾ യാത്ര പറഞ്ഞു. ധർമാമ്പാളിന്റെ മനസ്സിൽ ചിന്തകളുടെ ഒരു കടമൽ കൂടില്ലതി. പൊന്നുസ്വാമിക്ക് എങ്ങനെയെങ്കിലും വിവാഹം നടത്തണമെന്ന ആഗ്രഹം ഒരു വശത്ത് ഉയർന്നപ്പോൾ മറുഭാഗത്ത് പ്രൗഢിയും ആഭിജാത്യവും പത്തിവിടർത്തി. ശാസ്ത്രികൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ പൊന്നുസ്വാമിക്ക് അശ്വതിയെ ഇഷ്ടമാകും. മാത്രമല്ല
അശ്വതിയെ കണ്ടുപോയ വിവാഹം കഴിക്കാതെ അവൻ അടങ്ങിയില്ലെന്നും വരാം. ശ്യാമയ്യരെന്ത് പറയും? കുടുംബത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ അഭിമാനമുള്ളയാളാണ് അങ്ങേർ. ഹോട്ടൽക്കാരൻ മുത്തുകൃഷ്ണന്റെ ബന്ധുവാകാൻ അങ്ങേർ സമ്മതിക്കുമോ? അതിനൊക്കെ പുറമെ മറ്റൊരു വലിയ സംഗതിയുണ്ട്. മുത്തുകൃഷ്ണൻ വലിയ സ്ത്രീധനമൊന്നും തരില്ല. അയാൾക്കതിന് പ്രാപ്തിയില്ല. നല്ല പെണ്ണും വേണം, നിറയെ പണവും വേണം എന്ന് ശടിച്ചാൽ കാര്യമൊന്നും നടക്കുകയില്ലെന്ന് ധർമ്മംപാളിന് തോന്നി. പൊന്നുസ്വാമി ഇങ്ങനെയൊന്നും നിൽക്കും. 2 കൊല്ലം കഴിഞ്ഞാൽ അവൻ 30 വയസ്സാകും. പിന്നെ 31, 32. ഹോ, അത്ര കിളവനായി കഴിഞ്ഞാൽ പിന്നെ 20-ൽ കുറഞ്ഞ ഒരു പെണ്ണിനെ കിട്ടില്ല. ധർമ്മംപാളിന്റെ ചിന്തകൾ മറ്റൊരു വഴിയിലൂടെ പറഞ്ഞു. പൊന്നുസ്വാമി ഇന്ന് കൊച്ചുകുട്ടിയൊന്നുമല്ല. അവന് ഉടൻ വിവാഹം നടത്തിയില്ലെങ്കിൽ അവൻ വഴിപിഴച്ചു പോയാലും അത് അസംഭാവ്യമല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം കുഴപ്പക്കാരാണ്. ഒരു വേള വേറെ വല്ല ജാതിയിലുമുള്ള ഒരു പെണ്ണിനെ അവൻ രജിസ്റ്റർ വിവാഹം കഴിച്ചെങ്കിലും അങ്ങനെ 1-2 സംഭവങ്ങൾ കുറെ നാൾ മുമ്പ് നടന്നത് ധർമാമ്പാൾ ഓർത്തു. ഒടുവിൽ അവൻ നിശ്ചയിച്ചു, പണത്തിന്റെ കാര്യമൊന്നും നോക്കേണ്ടെന്ന്. അശ്വതി അവനെ ഇഷ്ടമായാൽ ആ കല്യാണം അങ്ങ് നടക്കട്ടെ. ശ്യാമയ്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. അന്ന് രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് പതിവ് പോലെ മുറ്റത്ത് വന്നിരുന്നപ്പോൾ ധർമാമ്പാൾ ശ്യാമയ്യനോട് ചോദിച്ചു, நான் ஒரு காரியம் சொல்றேன், கோபிச்சுக்காதுங்கோ. എന്നാ? ശ്യാമയ്യൻ അന്വേഷിച്ചു. கிளி மாதிரி ஒரு பொண்ணு இருக்காம், சாஸ்திரிகள் சொன்னார். ഏത് പോയി? ஏதோ முத்துகிருஷ்ணனா அவன் பொண். അറച്ചറച്ച് ധർമാമ്പാൾ പറഞ്ഞു. அந்த ஹோட்டல்கார பையன் முத்துகிருஷ்ணனா? ശ്യാമയ്യർ ചോദിച്ചു. ஏதோ பழைய காலத்திலே ஹோட்டல் நடத்தி இருந்தானா, அதனால என்ன? ശ്യാമയ്യൻ കാർക്ക് ചെന്ന് തുപ്പി. ഉനക്കെന്നാ പ്രാന്താ? അങ്ങനെ ഭാര്യയോട് ചോദിച്ചു. നമ്മ സ്റ്റാറ്റസ് എന്നാ, അവൻ സ്റ്റാറ്റസ് എന്നാ? ഹോട്ടൽക്കാര പയ്യൻ വേണം. அவன் பொண் ரொம்ப நன்னா இருக்குமா? ധർമാമ്പാൾ പറഞ്ഞു. രംഭമായിരിയായിരുന്നാലും ശരി, നമുക്ക് വേണ്ട. എന്നെ പറഞ്ഞാലും ഹോട്ടൽക്കാരൻ പൊണ്ണു തന്നെ. ഭർത്താവ് പെട്ടെന്ന് കീഴടങ്ങിയില്ലെന്ന് ധർമാമ്പാളിന് തോന്നി. എങ്കിലും അവർ നിർത്തിയില്ല. பொண்ணு சுவாமிக்கு பொண்ணை பிடிச்சா அந்த கல்யாணம் நடத்தினால் என்ன? അവൻ ഹോട്ടൽക്കാരനായാലെന്നാ? അവൻ പൊണ്ണെത്താനെ നമുക്ക് വേണം. ശ്യാമയ്യൻ വിരലുകൾക്കിടയിലൂടെ പൂളോടിച്ചുകൊണ്ട് പറഞ്ഞു. இந்த பேச்சை நிறுத்திடு, വേറെ ഏതാവത് இருந்தா சொல்லு. തന്റെ അവസാനായുധം പ്രയോഗിക്കാതെ പറ്റില്ലെന്ന് ധർമാമ്പാളിന് തോന്നി. അവർ ഏങ്ങി കരഞ്ഞു. ശ്യാമയ്യൻ എഴുന്നേറ്റ് ഒരു കുറ്റവാളിയുടെ മട്ടിൽ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് തന്നെ ധർമാമ്പാൾ പറഞ്ഞു. പിന്നെ എന്നവാം? വയസ്സുകാലത്തില് അവൻ കല്യാണത്തെ നടത്തി വെച്ച് മനസ്സമാധാനമായി ഇരിക്കണം എന്നാൽ നിങ്ങൾ സമ്മതിക്ക മാട്ടേ. 51 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ധർമാമ്പാളിന്റെ കണ്ണുനീരിനെ ഫലപ്രദമായി നേരിടാൻ ശ്യാമയ്യന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ അങ്ങ് അടിയറ പറഞ്ഞു. ശരി, ഇഷ്ടപ്പെടുന്ന നടക്കട്ടെ. പൊന്നുസ്വാമിയുടെ വിവാഹത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് അന്ന് രാത്രി ധർമാമ്പാൾ കണ്ടത്. നേരം വെളുത്തപ്പോൾ ശങ്കരശാസ്ത്രികൾ വന്നു. ശാസ്ത്രികളെ, അന്ത പൊന്നിൻ ജാതകം എടുക്കാ? ധർമാമ്പാൾ ചോദിച്ചു. ഇരക്ക് ശാസ്ത്രി അത് പുറത്തെടുത്തു. ധർമാമ്പാൾ പൊന്നുസ്വാമിയുടെ ജാതകം കൊണ്ടുവന്നു. ഇത് രണ്ടും ചേർക്കലാമാ പാറു? അവൾ നിർദ്ദേശിച്ചു. വെള്ളെടുത്ത കണ്ണാടിയിലൂടെ 2 ജാതകങ്ങളും പരിശോധിച്ചുകൊണ്ട് ശങ്കരശാസ്ത്രികൾ വിരലുകൾ മടക്കുകയും നിലത്ത് ചില കണക്കുകൾ എഴുതിക്കൂട്ടുകയും ചെയ്തു. ഉത്തമം. ഒടുവിൽ ശാസ്ത്രികൾ വിധിച്ചു. ധർമാമ്പാൾ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യൂ, മുത്തുകൃഷ്ണനെ ഇങ്ങ വരച്ചൊല്ലു, നമ്മളെ പോയി ആലോചിക്കലാകാതെ. അത് പിന്നെ എനക്ക് തെരിയാതാ. ശാസ്ത്രികൾ മന്ദഹസിച്ചു. അങ്ങോട്ട് ചെന്ന് പെണ്ണ് ചോദിക്കുന്നത് മോശമാണ്, പ്രത്യേകിച്ചും മുത്തുകൃഷ്ണനെ പോലുള്ള ഒരാളോട്. ശാസ്ത്രികൾ പോയി പറഞ്ഞ് ശരിയാക്കട്ടെ. മുത്തുകൃഷ്ണന്റെ ആവശ്യമായിട്ട് വേണം കാര്യങ്ങൾ ആരംഭിക്കാൻ. അന്ന് തന്നെ മുത്തുകൃഷ്ണൻ വന്നു. ശ്യാമയ്യൻ ഇരിക്കാൻ പറഞ്ഞില്ല. വിനീതനായി ഒരു മൂലയിൽ നിന്നുകൊണ്ട് മുത്തുകൃഷ്ണൻ സംസാരിച്ചു. என் பொன் அஸ்வதியோட ஜாதகம் உங்க பிள்ளை பொன்னுசாமிக்கு சேர்ந்திருக்கான். நான் ரொம்ப ஏழை, ஆனாலும் அஸ்வதியே பெரிய இடத்திலே கொடுக்கணும் என்று எனக்கு ஆசை. ശ്യാമയ്യൻ മിണ്ടിയില്ല. ധർമാമ്പാളാണ് മറുപടി പറഞ്ഞത്. പൊന്നെ വന്ന് പാർപ്പോ, പൊന്നെ പിടിച്ചാൽ മേൽ വേണ്ടിയതിനെ പറ്റി ആലോചിപ്പോ. അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണാൻ ചെല്ലണമെന്ന് മുത്തുകൃഷ്ണൻ ക്ഷണിച്ചു. ധർമാമ്പാൾ അറിയിച്ചു. എഴുത്തു കിട്ടിയ ഉടനെ പൊന്നുസ്വാമി വന്നു. ഒരു നല്ല ദിവസം നോക്കി അമ്മയും മകനും കൂടി മുത്തുകൃഷ്ണന്റെ സ്ഥലത്തെത്തി. ഒരു ചെറിയ വീട്, ആർഭാടമില്ലാത്ത മട്ടിലും മുത്തുകൃഷ്ണൻ അവരെ സ്വീകരിച്ചു. അശ്വതി കാപ്പി കൊണ്ടുവന്നു. അന്നുവരെ എല്ലാ പെണ്ണുങ്ങളും കുറ്റം പറഞ്ഞു വന്നിരുന്ന പൊന്നുസ്വാമി അത്ഭുത പരതന്ത്രനായി ഇരുന്നുപോയി. ലോകത്തിൽ ഇത്ര നല്ല പെണ്ണുങ്ങളുണ്ടോ? അശ്വതിയുടെ മുഖത്തു നിന്നും കണ്ണു പറിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല. എന്തൊരു സൗന്ദര്യം, എന്തൊരു ഭംഗിയുള്ള കണ്ണുകൾ! കാപ്പി ആറിപ്പോകരുത് എന്ന് ധർമാമ്പാൾ പറഞ്ഞപ്പോഴാണ് അർത്ഥപ്രജ്ഞനായിരുന്ന
അവൻ ഉണർന്നത്. 2 പാട്ട് പാടച്ചൂടെ? പൊന്നുസ്വാമി അമ്മയോട് ആക്കം പറഞ്ഞു. പാട്ട് പാടി തരുമോ? ധർമാമ്പാൾ അശ്വതിയോട് ചോദിച്ചു. അശ്വതി മധുരമായി പാടി. വെള്ളൈ താമരൈ പൂവിലിരുപ്പ വീണു ചെയ്യും ഒളിയിലിരുപ്പ കൊള്ളയിമ്പം കുലവ് കവിതൈ കോറും പാവല ഉള്ളത്തിലിരുപ്പ വെള്ളൈ താമരൈ പൂവിലിരുപ്പ. മുത്തുകൃഷ്ണൻ പൊന്നുസ്വാമിയുടെ മുഖത്തെ ചലനങ്ങൾ കണ്ടു സന്തോഷിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഷാമുയ്യൻ ചോദ്യാർത്ഥത്തിൽ നോക്കി. കനക്ക് പൊന്നപ്പെടുത്തത് യാതൊരു നാണവും വിടാതെ പൊന്നുസ്വാമി അച്ഛനോട് പറയുന്നത് കേട്ട് ധർമാമ്പാളിന് തോന്നി ഇനി ഈ വിവാഹം നടത്തുകയേ നിവൃത്തിയുണ്ടോന്ന്. രാത്രിയായി. പൊന്നുസ്വാമി ഉറങ്ങിയതിനു ശേഷം ധർമാമ്പാൾ ഭർത്താവിനോട് സംസാരിച്ചു തുടങ്ങി. இந்த കല്യാണത്തെ ശീഘ്രം നടത്തണം. കയ്പുള്ള ഒരു കഷായം കുടിക്കുന്ന മുട്ടാണ് ഷാമുയ്യന്റെ മുഖത്ത് കണ്ടത്. ഉന്നുടെ നിർബന്ധത്തിനാലെയാക്കും ഞാൻ സമ്മതിക്കവേ. ஆனால் ഒരു കാര്യം, കല്യാണം ഗൗരവமாக നടത്തണം, ഒന്നും കുറച്ചിലാകാതെ. ഷാമുയ്യൻ പറഞ്ഞു. ധർമാമ്പാൾ വിശദാംശങ്ങളിലേക്ക് കടന്നു. അവൻ പൊണ്ണു താനേ നമുക്ക് വേണം. അവൻ പണം വേണ്ട. അവനോ 7 ആഴ്ചേ. ആനാലും എല്ലാം കൊഞ്ചം കൊഞ്ചം ചെയ്യട്ടും. കയ്യിലെ 2000 രൂപ, പിന്നെ 20 പവനുക്ക് ആഭരണം പോടട്ടും. 500 രൂപയ്ക്ക് വെള്ളിപ്പാത്രം വേണം. പിന്നെ എല്ലാം അവൻ സൗകര്യം പോലെ ചെയ്യട്ടും. കല്യാണം നമ്മ അന്തസ്സുക്ക് ചേർന്നപടി നടത്തണം, അവൾதான் சொல்றேன். ഷാമുയ്യൻ പറഞ്ഞു. ശങ്കരശാസ്ത്രികളോടൊന്നിച്ച് കല്യാണത്തിന്റെ ബിസിനസ് വശം സംസാരിക്കാൻ മുത്തുകൃഷ്ണൻ വന്നു. ധർമാമ്പാൾ അവരുടെ ഏറ്റവും കുറഞ്ഞ നിബന്ധനകൾ അവതരിപ്പിച്ചു. മുത്തുകൃഷ്ണൻ ഞെട്ടിപ്പോയി. 2000 രൂപയോ? അയാൾക്ക് ഒരിക്കലും ശേഖരിക്കാനാകാത്ത തുകയാണത്. അയാൾ വിനീതനായി പറഞ്ഞു. റൊക്കം രൂപയൊന്നും തരുവതക്ക് എനിക്ക് ശേഷിയില്ലേ. 12 പവനുക്ക് ആഭരണം ഇപ്പോവേ അശ്വതിക്ക് ഇருக்கு. 3 പവൻ കൂടി പോടുറേ. പിന്നെ പാത്രങ്ങൾ എല്ലാം ഏതോ എൻ ശക്തി പോൽ തരുകേ. ഇതെല്ലാം ധർമാമ്പാൾ ഇതിന് എന്ത് മറുപടി പറയാനാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തെന്നാൽ അടുത്ത മുറിയിലിരുന്ന് സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പൊന്നുസ്വാമി ഈ സമയത്ത് അവിടെ വന്നു. ഷാമുയ്യന്റെ സാന്നിധ്യത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അമ്മാ, അവ പണത്തേനാ കല്യാണം ചെയ്യാൻ പോറേ. ഏതോ അവ ശക്തി അനുസരിച്ച് എന്നെ ചെയ്യട്ടു. മുത്തുകൃഷ്ണന് ഇഷ്ടമുള്ള തരട്ടെ എന്ന് കല്യാണം കഴിക്കേണ്ട പൊന്നുസ്വാമി പറയുന്നു. ധർമാമ്പാളുടെ വായ് അടഞ്ഞുപോയി. പതഞ്ഞു വന്ന ദേഷ്യത്തെ ഷാമുയ്യൻ നിയന്ത്രിച്ചു. ഇനി നിവൃത്തിയൊന്നുമില്ല. മുത്തുകൃഷ്ണൻ വരച്ച വരയിൽ തന്നെ ഒപ്പിടണം. ആരെതിർത്താലും പൊന്നുസ്വാമി ആ പെണ്ണിനെ വിവാഹം കഴിക്കും. അങ്ങനെ സംഭവിക്കേണ്ട. തങ്ങളുടെ ആശീർവാദത്തോടെ തന്നെ വിവാഹം നടക്കട്ടെ. നിങ്ങൾ പോയി വാരുമ്പോ ഞാൻ നിവൃത്തിക്ക് ചൊല്ലി അനുപ്പറേൻ എന്ന് പറഞ്ഞു ഷാമുയ്യൻ മുത്തുകൃഷ്ണനെ യാത്രയാക്കി. ആ ഹോട്ടൽക്കാരനോട് സംസാരിക്കാൻ മടിയുണ്ടായിരുന്നു. എന്താ ചെയ്യാ, ബന്ധുവാകാൻ പോകുന്നയാളല്ലേ. ശങ്കരശാസ്ത്രികൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഷാമുയ്യൻ ശാസ്ത്രികളോട് പറഞ്ഞു. ഇവൻ തലയിലെഴുത്ത് ഇപ്പടിയായിരിക്കും. നടക്കട്ടും. മുത്തുകൃഷ്ണനിടം എൻ സമ്മതത്തെ തെരുവിച്ചുവിടും. ഒരു കാര്യം മട്ടിൽ ചൊല്ലും, കല്യാണം നന്നാ നടന്നു. ശാസ്ത്രികൾ പോയി. പിന്നീട് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടന്നു. വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. ഇത്രയുമായപ്പോൾ ഷാമുയ്യനോട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. മൂത്ത സഹോദരി അഖിലാണ്ടം പറഞ്ഞു. പൊന്നുസ്വാമി അന്ത ഹോട്ടൽക്കാരൻ വലിയ സിക്കിക്കൊണ്ടാൻ. ധർമാമ്പാളിന്റെ സഹോദരൻ ജവന്തീശ്വരയ്യർ പറഞ്ഞതിങ്ങനെയാണ്. പാർത്തു ഇതയാ നിശ്ചയിച്ചേ. മകൻ നാരായണന്റെ അമ്മായിയച്ഛൻ ആ റിട്ടയർഡ് ASP എഴുതി. കൊഞ്ചം കൂടി ബെറ്റർ പ്രപ്പോസൽ പൊന്നുസ്വാമിക്ക് വന്നിരിക്കുമേ. വിവാഹ ദിവസം എടുത്തു. ഷാമുയ്യന്റെ വീട്ടിൽ വലിയ തിരക്കാണ്. സകല ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. വിവാഹ ദിവസം പുലർന്നു. ഷാമുയ്യന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ കണിക പോലുമില്ലായിരുന്നു. ഏതോ ഒരു ആപത്തിനെ നേരിടുന്ന മട്ടായിരുന്നു അങ്ങേർക്ക്. മുത്തുകൃഷ്ണന്റെ കൂട്ടിലെല്ലാം പണമില്ലാത്ത ഒരുക്കക്കാരാണ്. പട്ടുപുടവകളും റാത്തൽ കണക്കിന് സ്വർണവും അണിഞ്ഞിട്ടുള്ള ഷാമുയ്യന്റെ ആളുകൾക്ക് ആ പാവപ്പെട്ടവരോട് ഇണങ്ങിച്ചേരാൻ പ്രയാസം തോന്നി. പന്തൽ റൊമ്പ മോശം. ആരോ ഷാമുയ്യനോട് പറഞ്ഞു. അങ്ങേർക്ക് ദേഷ്യം വന്നു. ഷാമുയ്യൻ തുപ്പി. പെണ്ണുങ്ങളുടെ നിലയ്ക്കാത്ത സംഭാഷണത്തിന്റെയും കുട്ടികളുടെ ബഹളത്തിന്റെയും ഇരമ്പലിനിടയിൽ ശങ്കരശാസ്ത്രികൾ മന്ത്രോച്ചാരണം ആരംഭിച്ചു. പൊന്നുസ്വാമിയുടെ ബ്രഹ്മചര്യം അവസാനിക്കുന്നതിന്റെ മന്ത്രങ്ങൾ. അതിനുശേഷം ഒരേർപ്പാടുണ്ട്, വരന്റെ കാശിയാത്ര. അതും നടന്നു. അതിനുശേഷം വരനും മധുവും പൂമാലകൾ കൈമാറി. ഇനി കുറെ നേരം മന്ത്രോച്ചാരണമുണ്ട്. അത് കഴിഞ്ഞ് താലികെട്ടും.
വിവാഹമണ്ഡപത്തിൽ വധുവും വരനും വന്നിരുന്നു. അശ്വതിയുടെ പിന്നിൽ മുത്തുകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ശങ്കരശാസ്ത്രികൾ മന്ത്രങ്ങൾ ആരംഭിച്ചു. ചുറ്റും ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നു. ഈ സമയത്താണ് കല്യാണ പലഹാരങ്ങൾ സദസ്സിൽ കൊണ്ടുവയ്ക്കേണ്ടത്. അതൊരു വക പ്രദർശനമാണ്. വിവാഹത്തിന്റെ തോത് ആ പലഹാരങ്ങൾ നോക്കിയാൽ അറിയാം. കുറെ സ്ത്രീകൾ സദസ്സിന്റെ മധ്യത്തിൽ പലഹാരങ്ങൾ നിരത്തിവെച്ചു. അല്പം മാറിയിരുന്ന് വെറ്റിലച്ചലത്തിൽ കൈയിട്ടുകൊണ്ടിരുന്ന ശാമൂയൻ ഊന്നി ഞെട്ടി. പലഹാരങ്ങളിലേക്ക് അങ്ങേർ ഉറ്റുനോക്കുകയായിരുന്നു. മുറുക്കിന് 5 ചുറ്റിരുന്നു. ശാമൂയന്റെ കണ്ണുകൾ ചുവന്നു. സദസ്സിന്റെ മറ്റൊരു മൂലയിലിരിക്കുന്ന ധർമാമ്പാളെ അങ്ങേർ തുറച്ചു നോക്കി. അങ്ങേരുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടുകയായിരുന്നു. മുത്തുകൃഷ്ണൻ തന്നെ പരസ്യമായി അവമാനിച്ചു കളഞ്ഞു. അഭിമാനിയായ താൻ ആ ഹോട്ടൽക്കാരന്റെ ബന്ധുവാകാൻ തയ്യാറായി. ഒരൊറ്റ ചില്ലിക്കാശ് പോലും സ്ത്രീധനമായി വാങ്ങിയില്ല. ആഭരണത്തിനും പാത്രത്തിനും ഒന്നും കണക്ക് പറഞ്ഞില്ല. പക്ഷേ കല്യാണം ഭംഗിയായി നടത്തുമെന്നാണ് താൻ കരുതിയത്. എന്നാൽ ഇതാ 5 ചുറ്റുള്ള മുറുക്കം അയാൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിർലജ്ജം അയാളത് സദസ്സിൽ വെച്ചിരിക്കുന്നു. ശാമൂയ്യന്റെ നെറ്റിയിൽ വിയർപ്പ് പിടിഞ്ഞു. തന്റെ കുടുംബത്തിൽ ഇതിനകം എത്രയോ കല്യാണങ്ങൾ നടന്നിരിക്കുന്നു. ഒരു കല്യാണത്തിന് പോലും 12 ചുറ്റിൽ കുറഞ്ഞ് മുറുക്കുണ്ടായിട്ടില്ല. ശാമൂയ്യൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നെ അപമാനിച്ചേ ബൊടുവാ. മുത്തുകൃഷ്ണനെ നോക്കി അട്ടഹസിച്ചുകൊണ്ട് അങ്ങേർ പുറത്തിറങ്ങി. മുത്തുകൃഷ്ണന് കാര്യം മനസ്സിലായില്ല. ശങ്കരശാസ്ത്രികൾ പറഞ്ഞു വന്ന മന്ത്രം പകുതിയിൽ നിർത്തി. അശ്വതിയുടെ കണ്ണിൽ വെള്ളമൂറി. ധർമാമ്പാൾ തലകുനിച്ചിരുന്നു. പൊന്നുസ്വാമിയുടെ മുഖം ചുവന്നു. സദസ്യരാകെ ഒരു വൈദ്യുതാഘാതം ഏറ്റ പോലെ നിന്നുപോയി. പിന്നീട് അവർ സംസാരിച്ചു തുടങ്ങി. ആകെ ഒരു ബഹളം. പൊന്നുസ്വാമിയുടെ മുഖത്തേക്ക് അശ്വതി കണ്ണുനീരോടെ നോക്കി. എന്നെ ശാസ്ത്രികളെ മൊഴിക്കറയാൻ കല്യാണം നടക്കട്ടും, പൊന്നുസ്വാമി പുരോഹിതനോട് പറഞ്ഞു. ശങ്കരശാസ്ത്രി ധർമാമ്പാളെയൊന്ന് നോക്കിയിട്ട് മന്ത്രോച്ചാരണം ആരംഭിച്ചു. ധർമാമ്പാൾ അപ്പോഴും തലവിനിച്ച് പിടിച്ചിരിക്കുക. കല്യാണം നടന്നു. പൊന്നുസ്വാമി ശാമൂയ്യനും വളരെ കാലം മിണ്ടാതെ കഴിഞ്ഞു. പൊന്നുസ്വാമിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായപ്പോഴാണ് ശാമൂയ്യന്റെ കോപം തണുത്തത്. അച്ഛനും മകനും ഇണങ്ങി. എങ്കിലും ഇന്നും ശാമൂയ്യൻ പറയും, കള്ള ബടവ 5 ചുറ്റുള്ള മുറുക്ക് ഉണ്ടാക്കി വിട്ടാൻ നമ്മളുടെ അന്തസ്സക്ക് 12 ചുറ്റു വേണ്ടാമെന്ന. ആ